ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 43-ാമത്തെ സങ്കീർത്തനമാണ്. 5 വചനങ്ങൾ വെളിച്ചമേ നയിച്ചാലും എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ളത്. 42-ാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയായിട്ട് ഇത് കരുതാവുന്നതാണ്. 42 സങ്കീർത്തനം ദൈവത്തിനായിട്ട് ദാഹിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണെങ്കിൽ 43-ാമത്തെ സങ്കീർത്തനം, അതായത് ഇന്നത്തെ സങ്കീർത്തനം, ദാഹത്തിന്റെ ഫലമായിട്ട് രക്ഷ ലഭിക്കുന്നവന്റെ ഒരു സ്ഥിതിയായിട്ടാണ് കാണിക്കുന്നത്. ദൈവസന്നിധിയിൽ കൈവന്നിരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് ഇന്ന് കാണിക്കുന്നത്. വേദനകളുടെയും ഉപേക്ഷകളുടെയും നടുവിൽ ദൈവത്തിൽ മാത്രം ശരണപ്പെട്ട മനുഷ്യന് ദൈവം ക്ലേശങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുകയാണ്. ശത്രുവിനെതിരെ ഭക്തന് നീതി ലഭിക്കുവാൻ കാരണമായത് അവൻ്റെ പരിത്യക്താവസ്ഥയിലും അവൻ ദൈവത്തെ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. ക്ലേശങ്ങളുടെ നടുവിലും ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ബലിയർപ്പിച്ചു എന്നുള്ളതാണ് അവൻ്റെ ശക്തി. രക്ഷയും ശിലയുമായിട്ടുള്ള ജീവന്റെ ദൈവമേ, പരിത്യക്തതയുടെയും ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ള തോന്നലിൻ്റെയും നടുവിൽ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നതിന് ഞങ്ങൾക്ക് ശക്തി തരണം. അങ്ങയുടെ പ്രകാശത്തിൽ മാത്രം സഞ്ചരിക്കുവാനായിട്ട്, അവിടുത്തെ നന്മയിൽ മാത്രം ആശ്രയിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ഞങ്ങളുടെ പാദങ്ങൾക്ക് അങ്ങ് വിളക്കായിരിക്കണം. സത്യപ്രകാശമായിട്ടുള്ള, ജീവജലമായിട്ടുള്ള, വെളിച്ചമായിട്ടുള്ള ഈശോയെ, അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് തീവ്രമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.